ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ എന്ന് പറയുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ അമ്മയായ ഹന്നയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ നടന്ന എല്ലാ കാര്യങ്ങളും ഈ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് എപ്പിസോഡിൽ നിങ്ങൾ കാണുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് അപ്രമാണിക ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്രമാണിക ഗ്രന്ഥമായ യാക്കോബിൻ്റെ സുവിശേഷം എന്താണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തെപ്പറ്റി പറയുന്നു എന്നതുകൂടി ഇതിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ എപ്പിസോഡ് മുന്നോട്ട് പോവുക. യേശുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെട്ടിരുന്ന നീതിമാനായ യാക്കോബ് എഴുതിയ എന്ന് കരുതപ്പെടുന്ന അപ്രമാണീയ ഗ്രന്ഥമാണ് യാക്കോബിൻ്റെ ഒന്നാം സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുക. ഈ സുവിശേഷത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തെ പറ്റി പറഞ്ഞു വയ്ക്കുക. യോവാക്കിം, അന്ന, ഇതായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളുടെ പേര്. രണ്ടുപേരും ഒരുപാട് ദൈവഭക്തിയിൽ ജീവിച്ചിരുന്നവർ. യോവാക്കിം എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല ഇസ്രായേൽക്കാരനാണ്. ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തി. കാഴ്ചകൾ അർപ്പിക്കുവാനായിട്ട് എപ്പോഴും മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ യോവാക്കിം. ഒരിക്കൽ തിരുനാൾ ദിവസം കാഴ്ച അർപ്പിക്കുവാനായിട്ട് യോവാക്കിം പോകുമ്പോൾ റെവുബേൽ തടയുന്നു. റെവുബേൽ തടഞ്ഞിട്ട് ഇവിടെ യോവാക്കിമിനോട് പറയുകയാണ്, നിന്റെ വഴിപാടുകൾ, നിന്റെ കാഴ്ചകൾ ഒന്നും കർത്താവ് സ്വീകരിക്കില്ല. കാരണം ഇസ്രായേൽ ജനത്തിന് ഒരു സന്തതിയെ നൽകുവാനായിട്ട് നിനക്ക് സാധിക്കാത്തത് കൊണ്ട് ദൈവം നിന്റെ കാഴ്ചകളെ പ്രസാദിക്കില്ല എന്ന് പറയുകയാണ്. ഒരുപാട് സങ്കടത്തോടെയാണ് അവിടുന്ന് യോവാക്കിം തിരിച്ചു വരിക. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിലെ ഒരു രേഖ ഇവിടെ യോവാക്കിം പരിശോധിക്കുകയാണ്. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ യോവാക്കിന് മനസ്സിലായി, ഈ 12 ഗോത്രങ്ങളിലും നീതിമാന്മാരായ എല്ലാവർക്കും മക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ യോവാക്കിന് മക്കളില്ലാതിരുന്നത് ദൈവത്തിന് തന്നെ ഇഷ്ടമല്ല എന്നൊരു ചിന്ത വന്നതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് ഒരുപാട് നിരാശ വന്നതിന് ശേഷം യോവാക്കിം മരുഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. മരുഭൂമിയിലേക്ക് ഈ യോവാക്കിം യാത്ര തിരിക്കുമ്പോൾ 2 ദുഃഖങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ഒന്ന്, മക്കളില്ലാത്ത സങ്കടം. 2, തൻ്റെ ഭാര്യയായ അന്നയെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് അവൻ പോവുകയാണ്. അവൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, എനിക്ക് തിരിച്ചു വരണം, പക്ഷെ തിരിച്ചു വരുന്നതിന് മുൻപ് എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെടണം. അങ്ങനെ 40 രാവും 40 പകലുമാണ് മരുഭൂമിയിൽ ഇവിടെ യോവാക്കിം കഴിഞ്ഞു എന്ന് ഈ അപ്രമാണിക ഗ്രന്ഥമായ യാക്കോബിൻ്റെ ഒന്നാം സുവിശേഷം പറഞ്ഞു വയ്ക്കുക. അവിടെ വെച്ച് യാക്കോബ് എടുക്കുന്ന ഒരു തീരുമാനമാണ്, ഇനി മുതൽ ഭക്ഷണപാനീയങ്ങൾ ഞാൻ തൊടുക പോലുമില്ല, കർത്താവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ എന്ന്. അപ്പോൾ മുതൽ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും യോവാക്കിം കഴിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ യോവാക്കിം മരുഭൂമിയിൽ കഴിയുമ്പോൾ അന്നയ്ക്ക് ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് നീ ഗർഭം ധരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ യോവാക്കിം മരുഭൂമിയിൽ വെച്ച് ഒരു ദേവദൂതൻ്റെ ദർശനം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇവിടെ അന്ന ജീവിക്കുന്നത് വളരെ സങ്കടത്തിലാണ്. അന്നയ്ക്ക് മക്കളില്ലാത്ത സങ്കടവും മക്കളില്ലാത്തതിൻ്റെ വിഷമം കൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയ തൻ്റെ ഭർത്താവിനെ ഓർത്തുള്ള സങ്കടവും. ഈ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഈ അന്നയുടെ അടുത്തേക്ക് ഈ ദേവദൂതൻ പ്രത്യക്ഷപ്പെടുകയും അന്നയോട് പറയുകയാണ്, നീ ഗർഭം ധരിക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം തിരിച്ച് ഈ യോവാക്കിം മരുഭൂമിയിൽ നിന്നും തിരിച്ചു വരികയാണ്. മരുഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ വിസ്മയകരമായ രീതിയിൽ ഇവിടെ അന്ന ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അന്ന മറിയത്തെ ഗർഭം ധരിച്ചതുപോലെയാണ് പരിശുദ്ധ അമ്മ യേശുവിനെയും ഗർഭം ധരിച്ചത്. അവിടെയും ഒരു ദൂതൻ വന്നിട്ട് നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ അന്നയുടെ അടുത്തേക്കും ഒരു ദൂതൻ വന്ന് പറയുകയാണ്, നീയും ഗർഭം ധരിക്കും എന്ന് പറയുകയാണ്. രണ്ടും ഒരേ രീതിയിലാണ് നടക്കുക എന്നാണ് അപ്രമാണിക ഗ്രന്ഥമായ യാക്കോബിൻ്റെ ഒന്നാമത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുക.